തൊട്ട് പറയുമ്പോൾ യു ഡി എഫിലെ ജനകീയ എം പിമാരിൽ കോഴിക്കോട് ജനകീയനായ ഒരാളാണ് MK രാഘവൻ. അദ്ദേഹത്തിൻ്റെ പേര് നിയമസഭയിലേക്ക് കേൾക്കാൻ സാധ്യത ഉണ്ടോ? എനിക്കതറിയില്ല. അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്, UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഈ MPമാർ മത്സരിക്കുന്നത് അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അവസാനമായി തീരുമാനിക്കേണ്ടത്. എവിടെ മത്സരിക്കണം, ആര് മത്സരിക്കണം, ആരൊക്കെ മത്സരിക്കണം, അതിനൊക്കെ നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന നിലക്ക് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ബാധ്യസ്ഥരാണല്ലോ. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും കോഴിക്കോട്ടെ ജനകീയ MPയുമായ MK രാഘവനാണ് നമ്മോടൊപ്പം ചേരുന്നത്. രാഘവട്ട, അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കലാണ്. എന്താണ് കേരളത്തിലെ UDFൻ്റെ ഒരു സാധ്യതകൾ? ഈ തെരഞ്ഞെടുപ്പിൽ UDF തിരിച്ചു വരാനാണ് സാധ്യത കൂടുതൽ. ഒന്ന്, കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പൊതുവിൽ ജനങ്ങൾ ആകെ മാനസികമായി മടുത്തിരിക്കുകയാണ്. 10 വർഷം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടായ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതോടൊപ്പം ഈ വെള്ളാപ്പള്ളിയുടെ ഇതുപോലുള്ള പ്രസ്താവനകൾ അതൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ച ഒരു കാലഘട്ടം കൂടിയാണ്. അതിനോടൊക്കെയുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ അധികാരികളുടെ ഒരു സമീപനം അത് ജനങ്ങളെ സ്വാധീനിക്കുമോ? ജനങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനം എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടു. അതിന് ജാതിയില്ല, മതമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. പഴയ കാലഘട്ടമല്ല. പണ്ട് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിരിക്കുന്നു. ഇപ്പോൾ തീർച്ചയായും ആളുകൾ ഓരോരാളെയും കൃത്യമായി നിരീക്ഷിക്കുകയാണ്, ശരിക്കും പഠിക്കുകയാണ്. അവരുടെ ബോഡി ലാംഗ്വേജ് പോലും പഠിക്കുകയാണ്. ഒരാൾ എന്ത് പറയുമ്പോൾ ആ പറയുന്ന ആളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുന്നവരാണ് ജനങ്ങൾ. ഈ പറയുന്നതും അവരുമായി വല്ല ബന്ധമുണ്ടോ വിലയിരുത്തുന്നവരാണ് ജനങ്ങൾ. അപ്പോൾ ജനങ്ങൾ ഓരോ കാര്യങ്ങൾ ഓരോ തീരുമാനം എടുത്തിരിക്കും. അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ UDFിലേക്ക് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നൊരു, അല്ലെങ്കിൽ ആളുകളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇപ്പോൾ PV അൻവർ മുന്നണിയിലേക്ക് ഘടകകക്ഷി അല്ലെങ്കിൽ പോലും വന്നിട്ടുണ്ട് അസോസിയേറ്റ് മെമ്പറായിട്ട്. അദ്ദേഹത്തിന് ബേപ്പൂർ സീറ്റ് ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് എത്രത്തോളമാണ് അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ? എനിക്കതറിയില്ല. അത് പിന്നെ UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും സീറ്റുകളെ സംബന്ധിച്ചും UDF ലീഡർഷിപ്പാണ് തീരുമാനിക്കേണ്ടത്. അത് എവിടെയാണ് ഒരാൾ മത്സരിക്കേണ്ടത് തീരുമാനം UDF ആണ് എടുക്കേണ്ടത്. അത്തരം ചർച്ചകളിൽ കടന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ടൊന്നും ചർച്ചകൾ വന്നിട്ടില്ല. അപ്പോൾ ഈ ജോസ് കെ മാണി നിലവിലെ അധ്യായം അടഞ്ഞു എന്ന് കരുതുന്നില്ല. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ പോലും എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം വരുന്നത് ഗുണം ചെയ്യൂ? ഇപ്പോൾ ഈ എല്ലാവരും കൂടിയാൽ കൂടുന്നൊരു ശക്തിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, കാരണം UDFൻ്റെ അടിത്തറ വിപുലീകരിക്കും, വരുന്നവരെല്ലാം തന്നെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അപ്പോൾ UDFൻ്റെ അടിത്തറ ശക്തിപ്പെടുത്താനാണ് UDF ലീഡർഷിപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി വരുന്നവരെ സ്വീകരിക്കും, ഒരു തർക്കം വേണ്ട. കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് കോൺഗ്രസ് ലീഡർഷിപ്പ് അങ്ങനെ ചർച്ച നടത്തിയാൽ എനിക്കറിയില്ല, ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സ്വാഭാവിക രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ മാറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകും. അപ്പോൾ മുന്നണിയിലേക്ക് ആര് വരുന്നതാണ് ചോദ്യം. വരുന്നവരെ സ്വീകരിക്കും, അതാണ് നിലപാട്. ഇപ്പോൾ എന്തായാലും ഈ മുന്നണിയിലേക്ക് ആളുകൾ വരുന്നു. ഇപ്പോൾ ഈ സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ക്യാമ്പിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ അത് കുറവായിരുന്നു. അത് എന്തായാലും UDF ഇനി ഒരു തിരിച്ചുവരവില്ലാതെ പറ്റില്ല എന്നൊരു ധാരണയിലേക്ക് ആളുകൾ എത്തിയതിൻ്റെ ഒരു അങ്ങനെ ആയിരിക്കുമോ, സുഗമമായിരിക്കുമോ ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയം? ഒരു സംശയം വേണ്ട. കാരണം അതിൻ്റെ അകത്തൊന്നും ഇതിന് തർക്കം ഉണ്ടാകേണ്ട കാര്യമില്ല. അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം എവിടെയും ഈ സാധാരണഗതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ തർക്കം ഉണ്ടാകുമായിരുന്നു. ഏത്
സ്ഥാനാർത്ഥികളെ പടയുണ്ടാകുമായിരുന്നു. ഇത്തവണ അങ്ങനെയൊന്നുമില്ല. കാരണം ഒരു വർഷം മുമ്പ് ആലോചിച്ചു, പ്രാദേശികമായി തന്നെ എല്ലാം തീരുമാനിച്ചു, അവർ മേലോട്ട് അയച്ചു. അങ്ങനെയുണ്ടായ പ്രഖ്യാപനമാണ് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സ്ഥാനാർത്ഥി നിർണയമായിട്ട് പറയുമ്പോൾ UDF-ലെ ജനകീയ MP-മാരിൽ കോഴിക്കോട് ജനകീയനായ ഒരാളാണ് MK രാഘവൻ. അദ്ദേഹത്തിൻ്റെ പേര് നിയമസഭയിലേക്ക് കേൾക്കാൻ സാധ്യത ഉണ്ടോ? എനിക്കതറിയില്ല. അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്, UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഈ MP-മാർ മത്സരിക്കുന്നത് അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അവസാനമായി തീരുമാനിക്കേണ്ടത്. എവിടെ മത്സരിക്കണം, ആര് മത്സരിക്കണം, ആരൊക്കെ മത്സരിക്കണം, അതിനൊക്കെ നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന നിലക്ക് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. അല്ല പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ബാധ്യസ്ഥരാണല്ലോ. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എല്ലാ തീരുമാനവും. മറ്റൊന്നിപ്പോൾ MP എന്നത് MP-മാർക്ക് മത്സരിക്കുന്നതിന് വല്ല തടസ്സങ്ങളോ അങ്ങനെ ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു അത് എല്ലാവർക്കും ബാധകമാണ്. ഇത് MP മത്സരിക്കണം തീരുമാനിച്ചാൽ അത് ബാധകമാണ്, മത്സരിക്കണം തീരുമാനിച്ചാൽ അത് ബാധകമാണ്. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമ വാക്ക്. അപ്പോൾ അവർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, ആ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ വാക്കായിരിക്കും അവസാനത്തെ വാക്ക്. ആ കാര്യത്തിൽ വ്യക്തികൾക്ക് അതിൽ യാതൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല, എടുക്കുന്നതും ശരിയല്ല എന്നാണ് എൻ്റെ പറയാം. ഇപ്പോൾ ഈ മുന്നണിയിലേക്ക് അസോസിയേറ്റ് ഘടകകക്ഷിയായിട്ട് PV അൻവറിൻ്റെ കക്ഷി വരുന്ന കൂട്ടത്തിൽ തന്നെ വന്ന ഒരാളാണ് CK ജാനു. ഇവരെയും നല്ല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുമോ, എന്താണ്? അതെല്ലാം UDF ലീഡർഷിപ്പാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനം UDF ലീഡർഷിപ്പാണ്. UDF-ലെ ഘടകകക്ഷി എല്ലാം ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യത അനുസരിച്ചായിരിക്കും തീരുമാനം ഉണ്ടാവുക. ഒരാൾ നിർത്തുന്നതിനെക്കുറിച്ചല്ല, പക്ഷേ ജയിച്ചു വരാൻ സാധ്യത അങ്ങനെയുണ്ടെങ്കിൽ നിർബന്ധമായും അത്തരം പരിഗണന UDF ലീഡർഷിപ്പ് കൊടുക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും. എന്തായാലും MK രാഘവൻ MP ആണ് നമ്മോടൊപ്പം ചേർന്നത്. അദ്ദേഹം പറയുന്നത് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വലിയ വിജയം UDF-നുണ്ടാകും. ആളുകൾ മടുത്തിരിക്കുകയാണ് നിലവിലെ ഭരണത്തിൽ. അതോടൊപ്പം തന്നെ ഈ പുതിയ ഘടകകക്ഷികൾ ആര് വന്നാലും സ്വീകരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങളെല്ലാം UDF-ൻ്റെ നേതൃത്വവും AICC നേതൃത്വവുമാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.